സ്വാതി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് TVKയുടെ ഒരു രാഷ്ട്രീയ റാലി നടത്തുക എന്ന് പറയുമ്പോൾ വിജയിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് TVKയെ സംബന്ധിച്ച് തമിഴക വെട്ടിക്കഴകത്തെ സംബന്ധിച്ച് DMKക്കുള്ള മറുപടി നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം കരൂർ സെന്തിൽ ബാലാജിയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ DMK കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പരിപാടി നടത്തിയിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം എത്തി. അതിനെ വെല്ലുന്ന തരത്തിലേക്ക് ആളെ എത്തിക്കുക എന്നുള്ള വിജയിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, DMKയെ പോലെയോ അല്ലെങ്കിൽ AIADMKയോ പോലെ അല്ല വിജയിന്റെ പാർട്ടി. അത് പുതിയ പാർട്ടിയാണ്. അതിലേക്ക് ആളുകൾ വരുന്നതേ ഉള്ളൂ. ഒപ്പം നിലവിൽ അത് കാണാൻ വേണ്ടി വരുന്നവർ വിജയിന്റെ ആരാധകരാണ്. അത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്ന അണികൾ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ പല മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ സമീപ ജില്ലകളിൽ നിന്നടക്കം വിജയ് ഫാൻസ് അടക്കം അല്ലെങ്കിൽ TVKയുടെ പ്രവർത്തകർ ആളുകളെ എത്തിക്കുകയാണ് അവിടേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ കരൂരിലേതൊരു വലിയ ശക്തി പ്രകടനമാകണം എന്ന് വിജയ് കരുതിയിരുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ അപകട സാധ്യതയിലേക്ക് പോയതും. കാരണം ഒരു 10,000 അല്ലെങ്കിൽ 15,000 20,000 ആളുകളെ ഉൾക്കൊള്ളിക്കാവുന്ന മേഖലയിൽ അതിൻ്റെ 5 6 ഇരട്ടി ആളുകൾ എത്തുന്നു. അനൗദ്യോഗികമായി പറഞ്ഞാൽ 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സാഹചര്യം മനസ്സിലാവും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറും. കാരണം വിജയനെ അറസ്റ്റ് ചെയ്യണം എന്നിപ്പോൾ DMK ആവശ്യപ്പെട്ടിരിക്കുന്നു. CPIM സംഭവത്തെ അപലപിച്ചിരിക്കുന്നു. ഇത്രമേൽ ഇറസ്പോൺസിബിളായ തരത്തിലേക്ക് ഒരു റാലിയെ കൈകാര്യം ചെയ്യുക, അതിന് സുരക്ഷ വേണ്ടത്ര പാലിക്കാതിരിക്കുക, മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുക, അതിനെ CPIM അപലപിച്ചിരിക്കുന്നു, കോൺഗ്രസ് അപലപിച്ചിരിക്കുന്നു. ഇപ്പോൾ DMK തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു വിജയനെതിരെ നടപടി, വിജയനെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി അല്ലെങ്കിൽ ഒരു വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇഷ്യൂ ആയി മാറാൻ പോകുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആളുകളെ ഉൾക്കൊള്ളിക്കാവുന്നതിലും 5 10 ഇരട്ടി അധികം ആളുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അവിടേക്ക് ഇത്തരത്തിലൊരു റാലി ഒരു സിനിമാ നടൻ നടത്തുന്നതിൽ ചില ഉത്തരവാദിത്തപരമായ പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണിച്ച ദൃശ്യം പോലെ തന്നെ ആളുകളിലേക്ക് കുടിവെള്ളം എറിഞ്ഞു കൊടുക്കുന്നു. അത് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വിജയ് സംസാരിക്കാൻ, രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ വിജയ് തന്നെ വീണ്ടും ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ആളുകളെ തിക്കിത്തിരക്കി അല്ലെങ്കിൽ അണികളെ തിക്കിത്തിരക്കി ഉണ്ടാകുന്ന ഒരു സാഹചര്യം, തിക്കും തിരക്കും ഉണ്ടാകാനുള്ള സാഹചര്യം കൂട്ടി. മറ്റൊന്ന്, വിജയിനോടുള്ള ആരാധന നമുക്കറിയാം. അതുപോലെ തന്നെ അതൊരു വലിയ അപകടം ആയി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ നടന്ന സംഭവം 7:30 ഉണ്ടായ ഒരു മഹാദുരന്തം എന്ന് പറയാം. വിജയിന് വേണ്ടി ഒരുപാട് മണിക്കൂറുകൾ ആളുകൾ കാത്തു നിൽക്കുന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം നാഗപട്ടണത്ത് നടന്ന റാലി അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനം DMKക്കെതിരെ നടത്തുകയും ചെയ്ത റാലിയാണ്. അതിനുശേഷം നാമക്കലിൽ നിന്ന് വിജയ് ഇന്ന് എല്ലാ ശനിയാഴ്ചയിലേക്കും ഈ റാലി മാറ്റി. കാരണം ഇത് പല സ്ഥലത്തും വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു റാലി എന്ന രീതിയിലേക്ക് മാറ്റി. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഈ ശനിയാഴ്ച റാലി നടത്തുന്നു. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ മുൻ റാലികളിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ച, ഒപ്പം തന്നെ ധാരാളം ഇതുപോലുള്ള ചെറിയ അനിഷ്ട സംഭവങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ DMK സർക്കാർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. 23 നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഗർഭിണികളും കുട്ടികളെയും ഒരു കാരണവശാലും കൊണ്ടുവരരുത്, അതുപോലെ തന്നെ വിജയ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ പാലിക്കപ്പെടാത്ത അല്ലെങ്കിൽ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ രീതിയിൽ അപകട സാധ്യത കൂട്ടുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഈ സംഭവത്തിൽ അഗാധമായ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു നടുക്കുന്ന സാഹചര്യം, ഭീതി തോന്നുന്ന അവസ്ഥ എന്നാണ് MK സ്റ്റാലിൻ പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് അടിയന്തരമായ യോഗം ചേരുന്നു. അദ്ദേഹം നാളെ കരൂരിലേക്ക് എത്തും. കൂടുതൽ മന്ത്രിമാർ അവിടെ എത്തിയിരിക്കുന്നു. അൽബി മഹേഷ് എത്തിയിരിക്കുന്നു, മന്ത്രി. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യൻ അടക്കമുള്ളവരെല്ലാവരും അവിടെ തന്നെയുണ്ട്. കൂടുതൽ മന്ത്രിമാർ എത്തും. കൂടുതൽ ജില്ലകളിൽ നിന്ന്, സമീപ ജില്ലകളിൽ നിന്ന് ഡോക്ടർമാരുടെ സഹായം എത്തിക്കുകയും കൂടുതൽ ആംബുലൻസുകൾ എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇതൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ നടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നവും ഒപ്പം തന്നെ ഒരു വലിയ മഹാദുരന്തവുമായി മാറിയിരിക്കുന്നു. ഇതിനിടയിൽ ട്രിച്ചിയിലേക്ക്, എയർപോർട്ടിലേക്ക് വിജയ് പോകുന്നു. വിജയ് തിരിച്ച് ചെന്നൈയിലേക്ക് പോയി എന്നാണ് റിപ്പോർട്ടുകൾ. നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഇവിടെ കണ്ടതാണ്. ഏതായാലും വലിയ രീതിയിലേക്കുള്ള ഒരു വേദനാജനകമായ ഒരു സംഭവം എന്ന് പറയാം. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബം ഒന്നാകെ വിജയിൻ്റെ പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ വിജയിനെ കാണാൻ വേണ്ടി വരുന്നവരുടെ ഒരു വലിയ ജനക്കൂട്ടം ഒരു മഹാദുരന്തത്തിലേക്ക് ആരാധന അല്ലെങ്കിൽ അവരെ എത്തിക്കുന്ന ഒരു സാഹചര്യം, വേണ്ടത്ര സുരക്ഷ ഒരുക്കായിക, വളരെ ഇറസ്പോൺസിബിൾ ആയതും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സിനെ വെച്ച് ഇതുപോലൊരു പരിപാടി നടത്തുന്നു. ഇതാണ് രാഷ്ട്രീയ വിമർശനമായി DMKയും CPIM കോൺഗ്രസും അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്നത്.